നമ്മൾ കുക്കറിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ചിക്കൻ മന്തി ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കുക്കറിലൊരു ബീഫ് മന്തി കൂടെ തയ്യാറാക്കി നോക്കിയാലോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു 20 മിനിറ്റ് അരി സോക്ക് ചെയ്യാൻ മാറ്റി വെക്കാം. ബീഫിലേക്ക് ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പുതിനയില, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, ഗ്രാമ്പൂ, പട്ട, മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ലോണം വെന്ത് ഒന്നോട്ടെ. ഇനി അരി വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് ഉപ്പ്, ചെറുനാരങ്ങ നീര്, പട്ട, ഒരു ഡ്രൈ ലെമൺ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ചേർത്തിട്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്കിത് ഊറ്റി മാറ്റി വെക്കാം. അപ്പോൾ അതിലേക്ക് ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. അതിൽ ഓവറായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ച് ചെറിയൊരു ഗ്രേവി ആക്കി എടുക്കാം. മുഴുവനായിട്ട് വറ്റിക്കരുത്, ചെറിയൊരു ഗ്രേവി വേണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. എന്നിട്ട് അതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 3-4 ഒന്ന് കുത്തി കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷണലാണ് കളർ ആഡ് ചെയ്തിട്ട് ഒറ്റ വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം ഓപ്പൺ ചെയ്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റുള്ള റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാത്ത അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് മന്തി ഇങ്ങനെ കുക്കറിൽ തയ്യാറാക്കി നോക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇതിൻ്റെ ആ ഒരു റൈസും അതുപോലെ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ കിടുവാണ് കേട്ടോ.